ഇന്ന് രാവിലെയാണ് സിനിമാ താരങ്ങളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം ഗുരുവായൂരിൽ വെച്ച് വിവാഹിതനായത്. സുഹൃത്തും മോഡലുമായ തരിണി കലിംഗരായരാണ് കാളിദാസിൻ്റെ വധു. ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് കാളിദാസ്. ജീവിതത്തിലെ സ്വപ്നം പൂവണിയുമെന്നാണ് കാളിദാസിൻ്റെ പ്രതികരണം. എൻ്റെ സ്വപ്നമായിരുന്നു ഈ വിവാഹം. ജീവിതത്തിലെ പുതിയ യാത്രയാണിത്. ഞങ്ങൾ ലിറ്റിൽ എന്ന് വിളിക്കുന്ന തരുണിയോടൊപ്പമുള്ള പുതിയ യാത്ര. എല്ലാവരും നേരിട്ട് വന്ന് അനുഗ്രഹിച്ചതിന് നന്ദിയുണ്ട്. ചെന്നൈയിലെ റിസപ്ഷനിൽ ചെറിയ പരിഭ്രമമുണ്ടായിരുന്നു. ഇന്നു രാവിലെ ഗുരുവായൂർ അമ്പലത്തിലെത്തിയതോടെ മനസ്സ് ശാന്തമായി. എല്ലാത്തിനും സംതൃപ്തിയുണ്ടെന്നും കാളിദാസ് പറഞ്ഞു. ജയറാമും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണെന്നാണ് ജയറാം പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുൻപ് എനിക്കും പാർവതിക്കും കണ്ണൻ്റെ മുൻപിൽ ഒരുമിക്കാൻ സാധിച്ചു. സന്തോഷമാണ്. ഞങ്ങളുടെ ചെറിയ കുടുംബം വലുതായി. ഒരു മകനെയും മകളെയും കൂടി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ അധികമൊന്നും പറയാൻ കഴിയുന്നില്ല. അത്ര സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ 7:15 ആയിരുന്നു മുഹൂർത്തം. മന്ത്രി മുഹമ്മദ് റിയാസ്, കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, മകൻ ഗോകുൽ സുരേഷ് തുടങ്ങി നിരവധി വിഐപികൾ വിവാഹത്തിനെത്തിയിരുന്നു. കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിലായിരുന്നു കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം. 2022 കാളിദാസിൻ്റെ വീട്ടിലെ ഓണാഘോഷത്തിന് തരുണിയും പങ്കെടുത്തതോടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം പരസ്യമാകുന്നത്. 32 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തൻ്റെയും പാർവതിയുടെയും വിവാഹം കാണാൻ ആളുകൾ ഗുരുവായൂരിലെത്തിയതുപോലെ മകൻ്റെ വിവാഹത്തിനും പങ്കെടുക്കാനെത്തിയതിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ടെന്നും ജയറാം പറഞ്ഞു. ഗുരുവായൂരിൽ നടന്ന വിവാഹശേഷം ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടുമായിരുന്നു കാളിദാസിൻ്റെ വേഷം. പഞ്ചകച്ചം സ്റ്റൈലിലായിരുന്നു മുണ്ടുടുത്തത്. പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരുണി ധരിച്ചിരുന്നത്. സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നൈയിൽ ഇരുവരും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുത്തത്. കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിലായിരുന്നു കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം. കാളിദാസിൻ്റെ സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂർ കഴിഞ്ഞ മെയ്യിലായിരുന്നു അവിടെ നടന്നത്. ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നതും ഗുരുവായൂരിലായിരുന്നു. പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിൽ കാളിദാസും തരുണിയും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിഭവങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ആഘോഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വെജിറ്റേറിയൻ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് തരുണി. പക്ഷേ മെനുവിൽ വേർതിരിവില്ലാതെ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരിലെ പ്രശസ്ത മദമ്പാട്ടി നാഗരാജൻ കമ്പനിയാണ് സ്വീറ്റ് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ് എന്നിവ ചേർത്ത് ഗംഭീര വിരുന്നൊരുക്കിയത്. ഇളനീർ പിസ്ത ഹൽവ, മലായ് പനീർ ടിക്ക, ഗുണ്ടൂർ ബേബി കോൺ ചില്ലി, രാമശ്ശേരി ഇഡ്ഡലിയും പൊടിയും, സാഫ്രൺ ബട്ടർ ബറോട്ട എന്നിങ്ങനെ നീളുന്നതായിരുന്നു മെനു. സ്വർണ്ണ നിറമുള്ള തളികയിൽ വാഴയില വട്ടത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വിഭവങ്ങൾ ഓരോന്നായി നിരന്നത്. ജയറാം കുടുംബത്തിലെ എല്ലാവരും വിഭവങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കായി സ്പെഷ്യൽ കൗണ്ടറുകൾ തുറന്നിരുന്നു. ബുഫേ രീതിയിലാണ് ഭക്ഷണം വിളമ്പിയത്. സ്ഥിരം കാണാറുള്ള മെനുവിന് പുറമെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു.